കേരള തീരത്തിന് സമീപം തീപിടുത്തമുണ്ടായ വാൻഹായ് 503 ഇന്ത്യൻ സാമ്പത്തിക സമുദ്ര മേഖലയ്ക്ക് പുറത്തെത്തിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു ഈ നേട്ടം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നിലവിൽ 232 കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ കപ്പലുള്ളത്. എസ് ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ഈ ഏറെ അകലെയായി കപ്പൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ശ്യാംകുമാർ? ഉന്മേഷ്, ഇനി അടുത്ത നടപടിക്രമം എന്നുള്ളത് പോർട്ട് ഓഫ് റെഫ്യൂജ്, അതായത് അപകടത്തിൽപ്പെട്ട കപ്പലിനെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥിരീകരിച്ചിരിക്കുന്ന ആ തുറമുഖം, അത് ഹമ്പൻതോട്ട തുറമുഖമാണ് ശ്രീലങ്കയിലെ. അങ്ങോട്ട് ആ കപ്പലിനെ എത്തിച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണിയോ അല്ലെങ്കിൽ പൊളിക്കലോ അത് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് കപ്പൽ കമ്പനിയാണ്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തീകരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കപ്പലിനെ ഓഫ് ഷോർ വാരിയർ എന്ന ടഗ് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിവലിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമുദ്രതീരത്ത് നിന്ന് 232 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ സാമ്പത്തിക സമുദ്രാതിർത്തിക്കും പുറത്താണ് ഇപ്പോൾ കപ്പലുള്ളത്. വിഴിഞ്ഞത്ത് നിന്നാണ് 232 കിലോമീറ്റർ ദൂരത്ത് ഈ കപ്പലിനെ എത്തിച്ചിരിക്കുന്നത്. ഈ കപ്പലിനെ ഇനി ശ്രീലങ്കയിലെ ആ തുറമുഖത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ശ്രീലങ്കയുടെ ഔദ്യോഗിക അനുമതി ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യ സംഘം ഉള്ളത്. അത് ടെക്നിക്കലായിട്ടുള്ള ചില താമസം മാത്രമാണ് എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാൻഹായ് 503 കപ്പൽ തീ കത്തുമ്പോൾ തന്നെയാണ് ഈ രക്ഷാദൗത്യം കാലാവസ്ഥ അനുകൂലമായതോടുകൂടി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ആ കപ്പലിനെ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നത്. നിലവിലും കപ്പലിനുള്ളിൽ നിന്ന് പോർട്ടബിൾ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് അടിച്ചു കളയുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ കപ്പലിനെ പരമാവധി ഇന്ത്യൻ സമുദ്രതീരത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന നിർണായക നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി കപ്പലിനുള്ളിലേക്ക് പൂർണ്ണമായും രാസവസ്തുക്കളിട്ട് തീ കെടുത്തിയ ശേഷമാകും ഹമ്പൻതോട്ട തുറമുഖത്ത് അതിൻ്റെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.